മൈ ഡിയർ വ്യൂവേഴ്സ്, ത്രിപിളൈറ്റ് മിറാക്കിൾ ഏഞ്ചൽ ടാരോ റീഡിങ്ങിലേക്ക് സ്വാഗതം. എല്ലാവരും പോസിറ്റീവായിരിക്കുക. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. നിങ്ങൾക്ക് റെസിനേറ്റ് ആവുന്നത് മാത്രം എടുക്കുക, അല്ലാത്തതെല്ലാം വിട്ടേക്കുക. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് കാണൂ കേട്ടോ. ഇന്ന് ഞാൻ എടുക്കാൻ പോകുന്നത്, നിങ്ങൾ നോ കോണ്ടാക്റ്റ് ആണോ? എന്തുകൊണ്ട്? നോക്കാലോ. ഹാങ്ക്ഡ് മാനാണ് ബോട്ടം. ഫസ്റ്റ് തന്നെ 8 ഓഫ് വൺസ് ആണ്. 8 ഓഫ് വൺസ് എന്ന് പറഞ്ഞാൽ നിങ്ങളിലേക്കൊരു മെസ്സേജ് അല്ലെ നിങ്ങളെ കാണാനായി ഇത്രയും സ്പീഡിൽ വരുന്നുണ്ട്. ഒരു മെസ്സേജ് നിങ്ങളെ തേടി വരുന്നുണ്ട്, അല്ലെ നിങ്ങളുടെ വ്യക്തി തന്നെ നിങ്ങളെ കാണാൻ വരുന്നുണ്ട്. സ്പീഡിൽ കമ്മ്യൂണിക്കേഷൻ നടക്കും എന്നാണ് കാണുന്നത് കേട്ടോ. നോ കോണ്ടാക്റ്റ് ആണെങ്കിൽ തന്നെയും എന്തായാലും സ്പീഡിൽ ഒരു കമ്മ്യൂണിക്കേഷൻ നിങ്ങൾ തമ്മിൽ ഉറപ്പായിട്ട് നടക്കും. ചെയ്തത് എന്തോ തെറ്റായി പോയി എന്ന് ആ വ്യക്തി വളരെ വിഷമിക്കുന്നുണ്ട് കേട്ടോ. ചെയ്തത് തെറ്റായിപ്പോയി, നിങ്ങളുമായിട്ട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു, അത്രമാത്രം നിങ്ങളുമായിട്ട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു. ഇല്ലാതെ എനിക്ക് പറ്റില്ല. സോൾ തമ്മിൽ കണക്റ്റഡ് ആണ്. നിങ്ങൾ തമ്മിലുള്ള സോൾ ടു സോൾ കണക്റ്റഡ് ആണ്. യൂണിവേഴ്സ് കൂട്ടിച്ചേർത്ത ഒരു ബന്ധമാണ്. അതാണ് സോൾ ടു സോൾ കണക്ഷൻ ഉണ്ട്. തമ്മിൽ സെപ്പറേറ്റ് ആണ്, നോ കോണ്ടാക്റ്റിലാണ് എന്നുള്ളത് മനസ്സിലാകുന്നത്. അതാണ് സ്പീഡിൽ നിങ്ങളെ കാണാൻ വേണ്ടി വരും, അല്ലെങ്കിൽ ഒന്നിക്ക് മെസ്സേജോ കോളോ എങ്ങനെയാലും ഒരു കമ്മ്യൂണിക്കേഷൻ നിങ്ങളുമായിട്ട് ഉറപ്പായി നടക്കും. ഇത് യൂണിവേഴ്സ് തന്നെ കൂട്ടിച്ചേർത്തൊരു ബന്ധമാണ്. നിങ്ങളുടെ അടുത്തേക്ക് തിരിച്ചു വരാൻ വേണ്ടിയിട്ട് അത്രയും ആഗ്രഹിച്ച് നിൽക്കുന്ന ഒരു വ്യക്തിനെയാണ് ഇവിടെ കാണുന്നത്. പോസിറ്റീവായൊരു മെസ്സേജ് നിങ്ങളെ തേടി വരുന്നുണ്ട്. നിങ്ങളുമായിട്ടൊന്ന് കണക്റ്റ് ആവാൻ വേണ്ടിയിട്ട് അതിയായി ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിനെ അവിടെ കാണുന്നത്. ഈ ബന്ധത്തെ എങ്ങനെ സംരക്ഷിക്കണം എന്നതാണ് ആ വ്യക്തിയുടെ. എന്നാലേ ആ വ്യക്തിക്ക് സമാധാനമായിട്ട് ഉറങ്ങാനോ, നിങ്ങൾ ഗൾഫ് രാജ്യങ്ങളിലേക്കാറ്റം പോകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് നടക്കുമെന്ന് കാണുന്നുണ്ട് കേട്ടോ. ഓരോരാളെ സിറ്റുവേഷൻ അനുസരിച്ചിട്ട് എടുക്കുക. ഗൾഫിലേക്കാറ്റം പോകാൻ ആഗ്രഹിച്ച് നിൽക്കുകയാണെങ്കിൽ അത് നടക്കാൻ ചാൻസ് ഉണ്ട്. ആ വ്യക്തി നിങ്ങളുമായിട്ടൊന്ന് സംസാരിച്ച് നിങ്ങളുമായിട്ട് സോളുകൾ തമ്മിൽ അത്രയ്ക്ക് കണക്റ്റഡ് ആണെന്നാണ് ഇവിടെ കാണുന്നത്. അത്രയും നോ കോണ്ടാക്റ്റിലായിട്ടാണ് ഇവിടെ കാണുന്നത്. അതുകൊണ്ട് എങ്ങനെയും നിങ്ങളുമായിട്ടൊന്ന് കമ്മ്യൂണിക്കേഷൻ ചെയ്യാതെ ആ വ്യക്തിക്ക് ഉറങ്ങാൻ പറ്റാത്തൊരവസ്ഥയാണ്. ഉറക്കില്ല. അത്രയും മാനസികമായിട്ട് വിഷമിച്ചിട്ട് എങ്ങനെയും എത്രയും പെട്ടെന്ന് നിങ്ങളുടെ അടുക്ക് ഓടി എത്താൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിനെയാണ് ഇവിടെ കാണുന്നത്. അടുത്തത് പേജ് ഓഫ് പെൻറ്റിക്കൽ. നിങ്ങളെ തന്നെ ഫോക്കസ് ചെയ്ത് നിൽക്കുകയാണ്. എന്ത് റിസ്ക് എടുത്തിട്ടാലും നിങ്ങളുടെ അടുത്തേക്ക് സഡൻ കമ്മ്യൂണിക്കേഷൻ നടക്കും. ലോക്കാക്കി വെക്കണം, ഈ ബന്ധം ഒന്ന് ലോക്കാക്കി വെക്കണം. ഒരു പ്രശ്നം വന്നാലും ഇത് സെപ്പറേറ്റ് ആയി പോകാൻ പാടില്ല എന്നാണ് ആ വ്യക്തി ആഗ്രഹിക്കുന്നത്. ഇത് നല്ലൊരു സക്സസ്സിലേക്കാണ് നിങ്ങൾ വരുന്നത്. എന്തായാലും നോ കോണ്ടാക്റ്റ് എൻഡാവും, സമാധാനമായിട്ടിരുന്നാവും. നിങ്ങളെ തന്നെ ആ വ്യക്തിക്ക് അത്രയ്ക്ക് ഇൻട്രസ്റ്റ് നിങ്ങളെ മാത്രമാണ്. ഈ റിലേഷൻഷിപ്പ് നഷ്ടപ്പെടുത്താൻ ആ വ്യക്തി ഒരിക്കലും തയ്യാറല്ല എന്നാണ് ഇവിടെ കാണുന്നത്. അത്രയും ആ വ്യക്തിക്ക് നിങ്ങളുമായിട്ട് നോ കോണ്ടാക്റ്റ് അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ട് അത്രമാത്രം പ്രയത്നിക്കുന്ന ഒരു വ്യക്തിനെയാണ് ഇവിടെ കാണുന്നത് കേട്ടോ.
അടുത്തത് 9 ഓഫ് പെൻറ്റിക്കലാണ്. 9 ഓഫ് പെൻറ്റിക്കൽ എന്ന് പറഞ്ഞാൽ ഇൻഡിപെൻഡൻ്റായിട്ട് എല്ലാം ചെയ്യുന്നൊരു വ്യക്തിയാണ്. ആ വ്യക്തിയുടെ കാര്യത്തിനൊന്നും മറ്റുള്ളവരെ ആശ്രയിക്കുന്ന ഒരു വ്യക്തിയല്ല. ഇതൊരു സോൾമേറ്റ് കണക്ഷനാണ്. ഇതെല്ലാം തികഞ്ഞ ഒരു ലൈഫാണ് നിങ്ങൾക്ക് ഇനി വരാൻ പോകുന്നത്. വിശ്വസ്തയോടുകൂടി ആ വ്യക്തി നിങ്ങളിലേക്ക് വരികയാണ്. ഒരിക്കലും നിങ്ങളെ വേദനിപ്പിക്കരുത് എന്നാണ് ആ വ്യക്തി ആഗ്രഹിക്കുന്നത് കേട്ടോ. എന്തോ ഒരു ചീറ്റിങ് പറ്റിപ്പോയിട്ടാണ് രണ്ടാളും നോ കോണ്ടാക്റ്റ് ആയത്. ഫിനാൻഷ്യലെല്ലാം സ്റ്റേബിളായിട്ടാണ് ആ വ്യക്തി നിങ്ങളിലേക്ക് വരുന്നത്. ആ വ്യക്തി എല്ലാ ഇതും സക്സസ്സും നേടിയിട്ടാണ്, സ്റ്റേബിളായിട്ടാണ് ആ വ്യക്തി ഉള്ളത്. ആ വ്യക്തി മറ്റുള്ളവരുടെ മുന്നിലെല്ലാം തലയുയർത്തി നല്ല പവറോടും കൂടെ എല്ലാം സ്റ്റേബിളായി എല്ലാ അബണ്ടൻസോടും കൂടിയാണ് ആ വ്യക്തി നിങ്ങളെ നോ കോണ്ടാക്റ്റ് എൻഡാക്കാൻ വേണ്ടിയിട്ട് വരുന്നത്. നിങ്ങളെ ഒന്ന് കണ്ട് ഒന്ന് സമാധാനിച്ച് ഈ ബന്ധം ഒന്ന് ലോക്കാക്കി വെക്കണം ആ വ്യക്തിക്ക്. അത്രയും നല്ലൊരു പദവിയിൽ ആ വ്യക്തി എത്തിയിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് ആ വ്യക്തി നല്ല തല ഉയർത്തിയിട്ടാണ് നിങ്ങളിലേക്ക് വരുന്നത്. നോ കോണ്ടാക്റ്റിലായപ്പം ആ വ്യക്തി ഒരുപാട് സങ്കടപ്പെടുന്നുണ്ട്. ആ വ്യക്തിക്ക് നിങ്ങളില്ലാതെ പറ്റുന്നില്ല എന്നുള്ളതാണ് അവിടെ കാണുന്നത്. എങ്ങനെയും നിങ്ങളുടെ അടുത്തേക്കൊന്ന് ഓടി വന്നാൽ മതി. ഫസ്റ്റ് കാർഡ് തന്നെ ഓടി വരാൻ വേണ്ടി ആഗ്രഹിക്കുന്ന ഒരു മെസ്സേജ് നിങ്ങളെ വന്ന് കണ്ട്, അതാണ് ഫസ്റ്റ് കാർഡ് തന്നെ മെസ്സേജ് വരുന്നത്. അതാണ് അതുകൊണ്ടാണ് പറഞ്ഞത് ഈ നോ കോണ്ടാക്റ്റ് ഉള്ളവരെല്ലാം അത് എൻഡായിട്ട് നല്ലൊരു ലൈഫിലേക്കാണ് നിങ്ങൾ പോകുന്നത്. അടുത്തത് 6 ഓഫ് സോഡാണ്. പാസ്റ്റിനെ മറന്ന് മുന്നോട്ട് പോകുന്ന ഇഷ്യൂസിൽ നിന്നും പുറത്ത് കടക്കാൻ വേണ്ടിയിട്ടാണ് ആ വ്യക്തി. എന്തൊക്കെയോ ഇഷ്യൂസ് ഉണ്ടായിട്ടുണ്ട്, അതിൽ നിന്ന് പുറത്ത് കടക്കുന്ന ഒരു വ്യക്തിനെയാണ് അവിടെ കാണുന്നത്. ആ വ്യക്തിക്ക് നോ കോണ്ടാക്റ്റിൽ നിൽക്കാൻ പറ്റുന്നില്ല, ഭയങ്കര പ്രശ്നം ആ വ്യക്തി. അതുകൊണ്ട് അതിനെ നോ കോണ്ടാക്റ്റ് എൻഡാക്കിയിട്ട് നിങ്ങളിലേക്ക് ഓടി വരുന്നൊരു വ്യക്തിനെയാണ് ഇവിടെ കാണുന്നത്. നോ കോണ്ടാക്റ്റിൽ സഹിക്കാൻ പറ്റാതെ അങ്ങനെ ജീവിക്കാൻ പറ്റുന്നില്ല. അടുത്തത് 10 ഓഫ് കപ്പാണ്. 10 ഓഫ് കപ്പ് എന്ന് പറഞ്ഞാൽ ഇതേപോലത്തെ ഒരു ലൈഫാണ് നിങ്ങൾക്ക് ഇനി വരാൻ പോകുന്നത്. നോ കോണ്ടാക്റ്റ് എൻഡായിട്ട് എല്ലാ സക്സസ്സും അടങ്ങിയ ഒരു ഹാപ്പി ഫാമിലി ആ വ്യക്തി ആഗ്രഹിക്കുന്നത് അതുപോലെ തന്നെ ആ വ്യക്തി നേടിയെടുക്കും. 8 ഓഫ് വൺസിന് നേരെ താഴെ 10 ഓഫ് കപ്പാണ്. കുടുംബ സന്തോഷം സെലിബ്രേറ്റ് ചെയ്യൽ, നിങ്ങളുമായിട്ടുള്ള സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആ വ്യക്തി ഓടി വരുന്നത് കേട്ടോ. എല്ലാ അനുഗ്രഹവും, യൂണിവേഴ്സിൻ്റെ എല്ലാ അനുഗ്രഹവും ഉണ്ട് നിങ്ങൾക്ക്. ഒരു സോൾ കണക്ഷനാണ്. നിങ്ങൾ ഒത്തിട്ടുള്ള ഒരു ഫുൾഫിൽമെൻ്റാണ് ആ വ്യക്തി ആഗ്രഹിക്കുന്നത്. അതിനേക്കാണ് ആ വ്യക്തി വരുന്നത്. നിങ്ങളെ ഓർക്കുമ്പോൾ തന്നെ ആ വ്യക്തിക്ക് സന്തോഷമാണ്. അത്രയും നിങ്ങളില്ലാതെ ആ വ്യക്തിക്ക് ജീവിക്കാൻ പറ്റുന്നില്ല എന്നുള്ളത് ആ വ്യക്തി മനസ്സിലാക്കി കഴിഞ്ഞു. ആ വ്യക്തി ഒറ്റയ്ക്ക് നിൽക്കുക എന്ന് പറഞ്ഞാൽ ശരീരം തളർന്നൊരവസ്ഥയാണ്. ആ വ്യക്തിക്കത് പറ്റുന്നില്ല. നിങ്ങൾ അവർക്കുള്ളതാണെന്നാണ് ആ വ്യക്തി പറയുന്നത്. എൻ്റേതാണ്, എൻ്റെ സ്വന്തമാണ് എന്നാണ് ആ വ്യക്തി പറയുന്നത്. ഈ സ്നേഹം മറ്റാർക്കും കൊടുക്കില്ല, എൻ്റെ സ്നേഹം നിനക്ക് മാത്രം. ഓടി നിങ്ങളിലേക്ക് വന്നു ചേരാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിനെ അവിടെ കാണുന്നത്. പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി ആ വ്യക്തി മെഡിറ്റേഷനും എല്ലാം ചെയ്യുന്നുണ്ട്. സ്വപ്നങ്ങളിൽ നിങ്ങളെ തന്നെയാണ് ആ വ്യക്തി കാണുന്നത്. ആ വ്യക്തിക്ക് സ്ട്രോങ് ആയിട്ട് ഈ ബന്ധം വേണം. ഈ നോ കോണ്ടാക്റ്റ് എന്നുള്ള പറയുന്ന സംഭവം ആ വ്യക്തിക്ക് സഹിക്കാവുന്നതിനപ്പുറത്താണ്. ആ വ്യക്തിക്ക് അത് നോ കോണ്ടാക്റ്റ് സഹിക്കുന്നില്ല, പറ്റില്ല. ഒരു കമ്മിറ്റായി കഴിഞ്ഞാൽ പിന്നെ ആ വ്യക്തി വിട്ടുപോകില്ല. അത്രയും എന്നെ വിശ്വസിച്ചോളൂ എന്നാണ് ആ വ്യക്തി പറയുന്നത്. നോ കോണ്ടാക്റ്റ് നമുക്കിടയിൽ ഒരു നോ കോണ്ടാക്റ്റും വേണ്ട എന്നാണ് ആ വ്യക്തി പറയുന്നത്. സെലിബ്രേറ്റ് ചെയ്യണം. അത്രയും ആ വ്യക്തിക്ക് ആ നോ കോണ്ടാക്റ്റിൽ ശ്വാസം കിട്ടാതെ ഒരവസ്ഥയിൽ നിന്ന് ആ വ്യക്തി അത് എൻഡാക്കിയിട്ട് നിങ്ങളിലേക്ക് കൂടി വരുന്നൊരു വ്യക്തിയാണ്. ഒരുപാട് സ്നേഹമാണ് അവർക്ക്. അതെല്ലാം നിങ്ങളോടൊരു വന്ന് പറഞ്ഞ് അതൊന്ന് ഉറപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ട് വരുന്നൊരു വ്യക്തിനെയാണ് ഇവിടെ കാണുന്നത്. അതിനുവേണ്ടി എന്ത് റിസ്ക് എടുക്കാനും ആ വ്യക്തി തയ്യാറാണ്.
വ്യക്തിക്ക് നോ കോണ്ടാക്റ്റ് എന്ന് പറഞ്ഞാൽ മതിയായി. ഇനി നമ്മുടെ ലൈഫിൽ ഇങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടാവാൻ പാടില്ല എന്നാണ് ആ വ്യക്തി ആഗ്രഹിക്കുന്നത്. അടുത്തത് ഹൈറോഫൻ്റാണ്. എല്ലാം പാരമ്പര്യമായിട്ട് എല്ലാം അനുസരിച്ച് പോകുന്ന ഒരു വ്യക്തിയാണ്. ഒരു പവിത്രമായ ഒരു സാന്നിധ്യം, ഒരു യൂണിവേഴ്സിൻ്റെ തന്നെ ഇടപെടലാണിത്. നിങ്ങളുടെ ലൈഫിൽ നോ കോണ്ടാക്റ്റ് സംഭവിച്ചതും എല്ലാം നിങ്ങൾക്ക് തമ്മിലുള്ള ആ ഒരു എന്താണ് വാല്യൂ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. വെച്ചാൽ ഹൈറോഫൻ്റ് അതാ പറയുന്നത്, ഒരു അറിവിൻ്റെ കൈമാറ്റം ചെയ്യാനും എല്ലാം പ്രാപ്തിയുള്ളൊരു വ്യക്തിയാണ്. ആ വ്യക്തി ചിലപ്പം ഒന്നിക്ക് ടീച്ചറോ അങ്ങനെ ആയിരിക്കാം. മാരേജിൽ തന്നെ കലാശിക്കും ഈ ബന്ധം. ഹൈറോഫൻ്റ് വന്നു കഴിഞ്ഞാൽ അത് മാരേജ് തന്നെ കലാശിക്കുന്നൊരു ഇതാണ്. മാരേജ് നടന്ന് കഴിഞ്ഞവരാണെങ്കിൽ നല്ല സക്സസ് ആയ ഒരിക്കലും അവസാനിക്കാത്ത ലൈഫായി നല്ലൊരു കുടുംബജീവിതമായിട്ട് പോകും. നല്ല ആ വ്യക്തി ഒരു ദൈവവിശ്വാസവും എല്ലാം ഉള്ള സ്പിരിച്വലായൊരു വ്യക്തിയാണ്. നിങ്ങൾ തമ്മിൽ ഒരു ആത്മബന്ധമുണ്ട്, സോൾ ടു സോൾ ബന്ധമാണ്. വിവാഹം കഴിഞ്ഞവരാണെങ്കിൽ നല്ല ഗ്രോത്ത് ഉണ്ടാവും, നല്ല യൂണിവേഴ്സിൻ്റെ എല്ലാവിധ സപ്പോർട്ടും ഉള്ളൊരു ബന്ധമാണിത്. അടുത്തത് ടെമ്പറസ് ആണ്. ടെമ്പറസ് എന്ന് വെച്ചാൽ എന്തിനും ഒരു ബാലൻസിലായിട്ട് നിങ്ങൾ രണ്ടുപേരും ഇനി അങ്ങോട്ടുള്ള ലൈഫ് ഒരു ബാലൻസായിട്ട് പോകുന്നതാണ്. യൂണിവേഴ്സിൻ്റെ തന്നെ ഇടപെടലാണ്. നിങ്ങൾക്ക് എന്തും ഒരു ബാലൻസ്ഡാണ്, എന്തും ഒരു ഉള്ളിൽ തന്നെ നിങ്ങൾക്കൊരു ക്രിയേറ്റീവായൊരു പവറുണ്ട്. യൂണിവേഴ്സ് തന്നെ തന്ന ഒരു എന്തിൽ നിന്നും ഒരു ബൗണ്ടറി വെച്ച് മിതത്വത്തോടുകൂടെ ഒരു മനസ്സിലുള്ള മുറിവുകളെല്ലാം ഹീലായി ക്ഷമയോടുകൂടെ നല്ലൊരു ലൈഫിലേക്കാണ് പോകുന്നത്. യൂണിവേഴ്സ് തന്നെ നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ട്, നിങ്ങളെ രണ്ടുപേരെയും. എന്ത് കാര്യവും ഉള്ളിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് അതിൻ്റെ ആൻസർ കിട്ടും. നിങ്ങളുടെ ഉള്ളിൽ തന്നെ അതിൻ്റെ ഒരു പവർ ഉണ്ട്. ഇതാണ് യൂണിവേഴ്സിൻ്റെ യൂണിവേഴ്സ് തന്നെ അതിൻ്റെ എല്ലാം നിങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ട്. ടെമ്പറസ് എന്ന് പറഞ്ഞാൽ എല്ലാം ഒരു ബാലൻസ്ഡായിട്ട് ലൈഫിൽ അങ്ങോളം പോവും. രണ്ടാളും ഐക്യത്തോടെ ഇനിയുള്ള ലൈഫ് എന്ന് പറഞ്ഞാൽ ഇത്രയും അബണ്ടൻസായ, ഇവിടെ കണ്ടില്ലേ 9 ഓഫ് പെൻറ്റിക്കൽ, അത്രയും എല്ലാ ഐശ്വര്യവും നിറഞ്ഞ ഒരു ലൈഫായിരിക്കും. ടെമ്പറസ് പറയുന്നത് ഒരു ബാലൻസ്ഡായിട്ട് പോകും. ഇനി അങ്ങോട്ടൊരു പ്രശ്നങ്ങളോ ഇല്ലാത്തൊരു നല്ലൊരു ജീവിതമായിരിക്കും ഇനി അങ്ങോട്ട്. അടുത്തത് പേജ് ഓഫ് സോഡാണ്. പേജ് ഓഫ് സോഡ് എന്ന് പറഞ്ഞാൽ ഒരു പുതിയ ആശയം. വീണ്ടും റിസ്ക് എടുക്കാൻ തീരുമാനിച്ചിട്ട് തന്നെ ആ വ്യക്തി എന്ത് റിസ്ക് എടുത്തിട്ടാലും നിങ്ങളെ ഒന്ന് നോ കോണ്ടാക്റ്റ് എൻഡാക്കിയിട്ട് വരണം. അതിനുള്ള പുതിയ ഐഡിയ എല്ലാം ആ വ്യക്തി ആസൂത്രണം ചെയ്യുന്നുണ്ട്. ഏത് നിമിഷവും നിങ്ങളിലേക്ക് എത്തിച്ചേരും എന്ന് പറയുന്നത് പേജ് ഓഫ് സോഡ് എന്ന് വെച്ചാൽ എന്ത് റിസ്ക് എടുക്കാനും തയ്യാറാണ് ആ വ്യക്തി ഈ നോ കോണ്ടാക്റ്റ് അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ട് എന്നാണ്. രഹസ്യമായിട്ട് എല്ലാ കാര്യങ്ങളും അറിയാൻ ശ്രമിക്കുന്നുണ്ട് ആ വ്യക്തി. നിങ്ങളിലേക്ക് തന്നെ ഉറ്റുനോക്കുന്ന ഒരു വ്യക്തിനെയാണ് ഇവിടെ കാണുന്നത് കേട്ടോ. നിങ്ങളിലേക്ക് തന്നെയാണ് ആ വ്യക്തിയുടെ ശ്രദ്ധ മൊത്തം നിങ്ങളിലേക്ക് തന്നെയാണ്. വ്യക്തിക്ക് വേറൊരു ചിന്തയില്ല. രണ്ടുപേരും തമ്മിൽ നോ കോണ്ടാക്റ്റ് ആയിന്നേ ഉള്ളൂ. പക്ഷേ രണ്ടുപേർക്കും മാറി നിൽക്കാൻ പറ്റാത്തൊരവസ്ഥയാണ് ഇവിടെ കാണുന്നത്. ബോട്ടം കിട്ടിയിരിക്കുന്നത് ഹാങ്ക്ഡ് മാനാണ്. ഹാങ്ക്ഡ് മാൻ എന്ന് പറഞ്ഞാൽ ഒരു പുതിയ കാഴ്ചപ്പാട്, ഒരു വ്യക്തി ഒരു സ്റ്റക്കായൊരവസ്ഥ. ഇങ്ങനെ ഇതെല്ലാം സംഭവിച്ചു നമ്മൾ തമ്മിൽ, നമ്മൾ അത്രയ്ക്കും സ്നേഹമായിട്ട് പോയതാണ്, എന്തുകൊണ്ട് നോ കോണ്ടാക്റ്റ് ആയി എന്നെല്ലാം ഉള്ളൊരു സ്പിരിച്വലായ അവേക്കനിൽ കൂടെ കടന്നു പോകുന്നത് ആ വ്യക്തി.
നിനക്ക് എന്തോ ഒരു ശിക്ഷയാണിത് സംഭവിച്ചത്, അങ്ങനെയൊക്കെ ചിന്തിക്കുന്നു. നിങ്ങളായിട്ട് വിട്ടുപോകാൻ ആ വ്യക്തി തയ്യാറേ അല്ല. രണ്ടുപേരും തയ്യാറല്ല, രണ്ടുപേർക്കും മതിയായി. നോ കോണ്ടാക്റ്റിൻ്റെ രുചി മനസ്സിലാക്കിയിട്ട് നിങ്ങൾ രണ്ടുപേരും ഇനി ഇങ്ങനെ സംഭവിക്കരുത് നമ്മുടെ ലൈഫിൽ എന്നാണ് തീരുമാനം എടുത്തിരിക്കുന്നത്. നിങ്ങൾ കൊടുത്ത ആത്മാർത്ഥമായ സ്നേഹമാണ് ഇതിനെല്ലാം കാരണം. ആ വ്യക്തി ഇത്രയും സഡൻ തിരിച്ചു വരുന്നത്, കൊടുത്ത സ്നേഹം അത്രയും ആത്മാർത്ഥതമാണ്, അതിൽ ആ വ്യക്തി സറണ്ടാണ്. ഒരു കാട്ടും ചേർക്കട്ടെ. ഇതാണ് ആ വ്യക്തിൻ്റെ അവസ്ഥ. ഇവിടെ ഇതും ഉണ്ട് കേട്ടോ, രണ്ടും എടുക്കേണ്ടതാണ്. ഈ കാർഡ് രണ്ടും എടുക്കണം കേട്ടോ. ഇതാ ലവേഴ്സും ഉണ്ട്. ഇതാണ് ഇതിൻ്റെ അർത്ഥം കേട്ടോ. അത് രണ്ടും എടുക്കണം. ലവേഴ്സ്, അത് ഈ ബന്ധം നിങ്ങൾക്ക് നോ കോണ്ടാക്റ്റിൽ ഒരു തരത്തിലും നിൽക്കാൻ പറ്റാത്തതിൻ്റെ അവസ്ഥ ഇതാണ്. യൂണിവേഴ്സ് കൂട്ടിച്ചേർത്ത ബന്ധമാണ്. നിങ്ങൾക്ക് ഒരു തരത്തിലും സോൾ ടു സോൾ സഹിക്കാൻ പറ്റാത്ത അത്രമാത്രം വേദനയും എല്ലാം അനുഭവിച്ചിട്ടാണ് ഈ നോ കോണ്ടാക്റ്റ് എൻഡാക്കാൻ വേണ്ടി ഓടി വരുന്നത്. അപ്പം എടുത്ത ഫസ്റ്റ് കാർഡിൽ തന്നെ ലവേഴ്സും വന്നു, ഇതും വന്നു. ഇതാണ് അനുഭവിച്ചത്. നിങ്ങൾ ഈ നോ കോണ്ടാക്റ്റിൽ രണ്ടുപേരും അനുഭവിച്ച ഇതാണ്. രണ്ടുപേരും പൊട്ടിക്കരയുന്നൊരവസ്ഥ. രണ്ടുപേരും ഇല്ലാതെ പറ്റുന്നില്ല. അതിൻ്റെ കാരണം ഇത് തന്നെയാണ്, ലവേഴ്സാണ്. നിങ്ങൾക്കൊരിക്കലും തമ്മിൽ പിരിയാൻ പറ്റില്ല. പിരിയുമ്പോഴാണ് അതിൻ്റെ ആഴം നമ്മൾ തമ്മിൽ പിരിയുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു വേദന എന്താണെന്നുള്ളത് മനസ്സിലാക്കി തരാൻ വേണ്ടി തന്നെ സംഭവിച്ചതാണ് ഇവിടെ കാണുന്നത്. ആഴമേറിയ സ്നേഹമാണ്. അതൊരു ചെറിയൊരു സ്നേഹമല്ല, ആ ഒരു ഹൃദയത്തിൽ നിന്ന് പൊടിയുന്ന വേദനയാണ് അനുഭവിച്ചത്. നിങ്ങളുടെ വ്യക്തിയെ നിങ്ങളിൽ നിന്ന് ഒരു ശക്തിക്കും അടർത്തി മാറ്റാൻ പറ്റില്ല. രണ്ടുപേരെയും തമ്മിൽ അടർത്തി മാറ്റാൻ മറ്റുള്ളവർ വിചാരിച്ചിട്ട് കാര്യമില്ല. അത് പറ്റില്ല. ഇത് ലവേഴ്സാണ്. നിങ്ങളുടെ സോളുകൾ തമ്മിൽ കണക്റ്റഡാണ്. എൻ്റെ ഓക്സിജനാണെന്ന് പറയാതെ പറയുന്നതാണ് അവസ്ഥ. നീ ഇല്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല. അതൊരു ഒരു ശരിയായ വേദനയാണ് രണ്ടുപേരും ഈ നോ കോണ്ടാക്റ്റിലാണ് അനുഭവിച്ചത്. അതുകൊണ്ട് ഫസ്റ്റ് കാർഡ് വന്ന കണ്ടില്ലേ, നമ്മളെ ടോപ്പിക് എന്താ? നിങ്ങൾ നോ കോണ്ടാക്റ്റ് ആണോ? എന്തുകൊണ്ട്? അപ്പോൾ പിന്നെ സഡൻ കമ്മ്യൂണിക്കേഷൻ്റെ കാർഡാണ് ഫസ്റ്റ് കാർഡ് വന്നത്. അപ്പോൾ പിന്നെ ഒന്നും നോക്കാനില്ല. എന്തായാലും രണ്ടുപേരും നോ കോണ്ടാക്റ്റിൽ അവസാനിച്ചിട്ട് ഹാപ്പി ഫാമിലിയാണ് വന്നിരിക്കുന്നത്. പിന്നെ എന്താ വേണ്ടത്? 10 ഓഫ് കപ്പാണ്. 10 ഓഫ് കപ്പ് എന്ന് പറഞ്ഞാൽ എല്ലാ ഐശ്വര്യത്തോടു കൂടെയുള്ള ലൈഫാണ് ഇനി അങ്ങോട്ട്. നോ കോണ്ടാക്റ്റിലുള്ളവരൊന്നും വിഷമിക്കണ്ട. ആരോ നോ കോണ്ടാക്റ്റ് എടുക്കണം എന്ന് പറഞ്ഞിരുന്നു, അതുകൊണ്ടാണ് ഞാനിത് എടുത്തേട്ടോ. ജസ്റ്റ് ബീയിങ് നിയർ യു ഈസ് ഇൻടോക്സിക്കാലിറ്റി. നിൻ്റെ അടുത്ത് ഇരിക്കുക എന്നത് ഒരു ലഹരിയാണ്. ഐ ഹൈഡ് ബിഹൈൻഡ് മെറ്റീരിയൽ തിങ്സ്. ഞാൻ ഭൗതിക വസ്തുക്കളുടെ പിറകിൽ ആയിരുന്നു. ഐ ലവ് യു. ഐ വാണ്ട് ടു ബി മോർ ദാൻ ഫ്രണ്ട്സ്. എനിക്ക് നീ സുഹൃത്തിനേക്കാളും മുകളിലാണ്. ഐ വിഷ് തിങ്സ് കുഡ് ബി ഡിഫറെൻറ്റ്. കാര്യങ്ങൾ മാറി വന്നിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. കാര്യങ്ങൾ മാറി മറയാൻ ആ വ്യക്തി ആഗ്രഹിക്കുന്നു. കണ്ണൂർ ബി. ഉത്രം മെയ്. തീ കോഴിക്കോട്. പൂയം മാർച്ച്. പൂരം ഒക്ടോബർ. കോട്ടയം ഡിസംബർ. തൃശ്ശൂർ എം. സോൾമേറ്റ് ഉത്രാടം. സെപ്റ്റംബർ മകം. എ കാസർഗോഡ്. ജൂലൈ രോഹിണി. എറണാകുളം എൽ. മലപ്പുറം ജി. കോട്ടയം ഒ. ഏപ്രിൽ ഭരണി. ട്വിൻ ഫ്ലെയിം പൂരാടം.
എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് കാണൂ കേട്ടോ. ഇതായിരിക്കെല്ലാം റെസനേറ്റ് ആവുന്നതെന്ന് വെച്ചാൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ.